പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ഫാദർ ജോസഫ്, എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിട്ടുള്ള ശ്രീ ജ്യോതില, പുണ്യം ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായിട്ട് അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നും നിങ്ങളെ കാണുവാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനുമായി എത്തിയിട്ടുള്ള ശ്രീമതി രാജലക്ഷ്മി അടക്കമുള്ള എൻ്റെ പ്രിയ സഹോദരിമാർ, രാജലക്ഷ്മിയുടെയും നമ്മുടെയും അമ്മയായിട്ടുള്ള എന്നോടൊപ്പം ഭദ്രദീപം കൊടുത്തിയ പ്രിയങ്കരായ അമ്മ, ഇവിടെ ഇന്ന് പുണ്യ ഗ്രൂപ്പിൻ്റെ സ്കോളർഷിപ്പ് സമ്മാനം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ രക്ഷിതാക്കളെ, അധ്യാപകരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുണ്യം എന്ന പേരിൽ അങ്ങ് ദൂരെ അമേരിക്കയിൽ ആരംഭിച്ച ഒരു സംഘടന അതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കും വിധം അതിൻ്റെ വേരുകളെ, അതിൻ്റെ വെളിച്ചത്തെ നമ്മുടെ നാട്ടിലേക്കും നീട്ടിയിരിക്കുകയാണ്, പടർത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ സമഗ്ര ശിക്ഷ എന്ന പദ്ധതിയുടെ ഒരു കരസ്പർശം കൂടി ഇന്നത്തെ ഈ പരിപാടിയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർവശിക്ഷ എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരെയും ശിക്ഷിക്കുന്ന എന്തോ ആണ് എന്ന് തോന്നിയത്. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ശിക്ഷണം എന്ന വാക്ക് ഉത്തരേന്ത്യയിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ശിക്ഷ എന്നാണ് അവർ പറയുക. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ മുഴുവനുമായൊരു പദ്ധതിയുടെ ഭാഗമായി വരുമ്പോൾ അങ്ങനെയാണ് സമഗ്ര ശിക്ഷ എന്ന പേര് നമുക്കും ബാധകമാകുന്നത്. ശിക്ഷ രക്ഷയായിരുന്ന ഒരു കാലം അധ്യയനത്തിലും ഗുരുകുല സമ്പ്രദായത്തിലുമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. അന്ന് അധ്യാപകരുടെ ശിക്ഷ രീതികളെ കൂടി നമ്മൾ ശിക്ഷണത്തിൽ ഉൾപ്പെടുത്തി സ്വീകരിച്ചിരുന്നു. നിങ്ങൾക്കറിയാവുന്ന ഒരു നല്ല കഥ അതാണ്. ഒരു അധ്യാപകന് ഗുരുകുലത്തിൽ നിറയെ ശിഷ്യന്മാരുണ്ടായിരിക്കുകയും അതിലൊരു ശിഷ്യന് ഏറ്റവും മിടുക്കനായിരിക്കുകയും ചെയ്തിട്ടും അദ്ദേഹം നിരന്തരമായിട്ട് ആ മിടുക്കനായ വിദ്യാർത്ഥിയെ മാത്രം ഭർസിക്കുകയും ചീത്ത പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒരു പത്നി, ഭർത്താവിനോട് രാത്രി സംശയം ചോദിക്കുന്ന ഒരു രംഗത്തോടു കൂടിയുള്ള കഥയാണ്. സുകുമാരൻ എന്നാണ് ആ കുട്ടിയുടെ പേര് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ശിക്ഷയെയും ശിക്ഷണത്തെയും കൂട്ടിയിണക്കുന്ന നമ്മുടെ ഭാരതീയ കഥാസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കഥ അതാണ്. അന്ന് രാത്രി ചോദ്യം ചോദിക്കുന്ന രാത്രി നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ മിടുക്കനായിട്ടും നിരന്തരം ശിക്ഷിക്കപ്പെടുന്ന സുകുമാരൻ എന്ന കുട്ടി തൻ്റെ ഗുരുവിനെ കാരണമൊന്നുമില്ലാതെ തന്നെ എപ്പോഴും ശിക്ഷിക്കുന്ന തൻ്റെ ഗുരുവിനെ വധിക്കാനുള്ള ശ്രമത്തോടെ ഒരു വലിയ പാറക്കല്ലുമായിട്ട് ഗുരുവും പത്നിയും കിടക്കുന്ന കട്ടിലിന് മുകളിലുള്ള തട്ടിമ്പുറത്തിൽ മറഞ്ഞിരിക്കുകയാണ്. കാരണം ഇയാൾ എത്രമാത്രം ഞാൻ കഠിനമായി പഠിച്ചിട്ടും ക്ലാസ്സിൽ ഒന്നാമനായി തൊടുത്തിട്ടും മറ്റെല്ലാവരെയും ഒഴിവാക്കി എന്നെ മാത്രം എപ്പോഴും പരിഹസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സുകുമാരൻ്റെ ധർമ്മസങ്കരം. അന്ന് രാത്രിയാണ് ഗുരുപത്നി ഗുരുവിനോട് ആ ചോദ്യം ചോദിക്കുന്നത്, അങ്ങ് എന്തുകൊണ്ടാണ് നമ്മുടെ സുകുമാരനെ മാത്രം എപ്പോഴും ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നമ്മുടെ ഗുരുകുലത്തിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി അവനായിരിക്കെ അവനെ തന്നെ തിരഞ്ഞു പിടിച്ചെന്നോണം അങ്ങ് എന്തുകൊണ്ടാണ് ഭർസിക്കുന്നത് എന്ന ചോദ്യത്തിന് കയ്യിൽ പാറക്കല്ലുമായി വിറയലോടെ തൻ്റെ ഗുരുവിൻ്റെ ശിരസിന് നേരെ ഇരുട്ടിൽ, അന്ന് വെളിച്ചമില്ലാത്ത കാലാണ്, ചെറിയൊരു പന്തവും മറ്റുണ്ടെങ്കിലായി
കാത്തിരിക്കുന്ന സുകുമാരൻ അപ്പോഴാണ് ഈ ഗുരുഭഗ്നിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള ഗുരുവിൻ്റെ ഉത്തരം കേൾക്കുന്നത്. നിനക്കറിയാമോ, ഗുരു പറയുകയാണ്, ഇവിടെയുള്ള ഒരുപാട് കുട്ടികളിൽ സുകുമാരൻ മാത്രമാണ് ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി എന്ന് നിന്നെപ്പോലെ എനിക്കും അറിയാം. ഭാവിയിൽ ഒരു ഗുരു എന്ന നിലയ്ക്ക് എൻ്റെ വെളിച്ചത്തെ ലോകമാകമാകാൻ പടർത്തുവാനും എൻ്റെ ഗുരുകുലത്തിൻ്റെ യശസ് ഭാവിയിൽ ലോകത്തേക്ക് മുഴുവൻ എത്തിക്കുവാനും ഏറ്റവും കെൽപ്പുള്ള അവൻ മാത്രമാണ്. അവൻ്റെ കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും തിരുത്തേണ്ടത്, അവനെ പൂർണ്ണനായ ഭാവിയിലെ മഹാനായ ഗുരുവാക്കി മാറ്റേണ്ടത് എൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് അവനിപ്പോൾ സങ്കടമുണ്ടെങ്കിലും ഭാവിയിൽ അവൻ തിരിച്ചറിഞ്ഞേക്കാവുന്ന ഒരു വലിയ കറക്റ്റീവ് ശിക്ഷണ പദ്ധതി ഞാൻ അവൻ്റെ മേൽ മാത്രം നടപ്പിലാക്കുന്നു. ഇത് ഒളിച്ചിരിക്കുന്ന ഈ സുകുമാരൻ എന്ന് പറഞ്ഞ ചെറിയ പയ്യൻ കേൾക്കുകയാണ്. അവൻ കല്ല് ഒരു ശബ്ദത്തോടെ വശത്തേക്ക് എറിയുകയും താഴെ ഇറങ്ങി വരികയും ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് എന്നെ വധിച്ചുകൊള്ളാൻ കരയുകയും ചെയ്തു. അപ്പോൾ അവർ തെറ്റ് പൊറുക്കുകയും ഇവന് പശ്ചാത്താപത്തിലെ കുട്ടിക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ സുകുമാരന് അതുകൊണ്ട് മതിയായില്ല. തന്നെ ഏറ്റവും നന്നാക്കണമെന്ന് കരുതിയ ഒരു ഗുരുവിനെ താൻ തെറ്റായി ധരിച്ചു വെച്ചതുകൊണ്ട് അവൻ കാട്ടിൽ പോയി ഉമി എന്ന് വെച്ചാൽ പുതിയ കുട്ടികൾക്ക് അറിയില്ല, നെല്ലിൽ നിന്ന് അരി ഉണ്ടാക്കുന്ന പരിപാടിയിൽ ബാക്കി വരുന്ന സംഗതിയാണ് ഈ ഉമി എന്ന് പറയുന്നത്. നെല്ലിൻ്റെ അല്ലെങ്കിൽ അരിയുടെ ഉടുവസ്ത്രം ആണ് ഉമി. ഈ ഉമി ഒരാളോളം പൊക്കത്തിൽ കൂനയെ കൂട്ടിയിട്ട് അതിൽ കഴുത്ത് വരെ ആണ്ട് നിന്നിട്ട് ഉമിക്ക് തീ കൊടുത്തിട്ട് ആ ഉമിത്തി എന്ന് വെച്ചാൽ മലയാളത്തിലൊരു പ്രയോഗമാണ്, ഫ്രൈസാണ്. ഏറ്റവും എരിഞ്ഞ് പിടിക്കുന്ന മാനസിക ദുഃഖത്തെ ദ്യോതിപ്പിക്കാൻ കൂടി നമ്മൾ ഉമിത്തിയിൽ ദഹിക്കുക എന്നൊക്കെ പറയും. അതിഭീകരമായിട്ടുള്ള ദഹനമാണ് എരിഞ്ഞ് പിടിക്കുന്ന ഉമിത്തിയിൽ നീറി ഒടുങ്ങുക എന്നുള്ള പ്രയോഗം അതിൽ നിന്ന്, ആ കഥയിൽ നിന്ന് വന്നതാണ്. ആ ഉമിത്തിയിൽ സ്വയം ദഹിക്കാൻ തീ കൊടുത്തിട്ട് അവൻ അങ്ങനെ കഴുത്ത് വരെ അതിലാണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഭാവിയിലേക്ക് എന്തെങ്കിലും ഈ ഭൂമിയിലേക്ക് ഒന്ന് ചെയ്തു വയ്ക്കണം, തൻ്റെ ജീവിതം കൊണ്ട് ഒരു പുണ്യം സൃഷ്ടിക്കണം, പാപിയായ തൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ കവിതയാണ് ശ്രീകൃഷ്ണ വിലാസം എന്ന് പറയുന്ന സംസ്കൃതത്തിലെ ഏറ്റവും പ്രതിഷ്ഠമായ കൃതി എന്നാണ് സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസം എന്ന് പറയുന്ന കവിത. അത് പക്ഷികൾ കേട്ട് കാണാപ്പാടം പഠിക്കുകയും അവരിൽ നിന്ന് പിന്നീട് പകർത്തി എഴുതിയെന്നാണ് ചരിത്രം പറയുന്നത്. അസ്ഥി സ്ത്രീയ സത്മ സുമേരു നാമ സമസ്ത കല്യാണ ഇരുൾ നിധീന്ദ്ര എന്നൊക്കെ തുടർന്ന് ജ്യോതിക്കൊക്കെ അറിയാം. ഞങ്ങൾ മലയാളം പഠിച്ച കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ട്. അതിഗംഭീരമായൊരു കവിതയാണ്. സംസ്കൃതം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടുന്ന കുമാരസംഭവവും അമരകോശവും ഒക്കെ കഴിഞ്ഞ് പിന്നെ പഠിക്കേണ്ടുന്ന കൃതിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അതിഘോരമായിട്ടുള്ള ഗുരുനിന്ദ ചെയ്തു താൻ എന്ന തോന്നലിൽ നിന്ന് ഭൂമിക്ക് വെളിച്ചമാകുന്ന എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് പിറന്ന ഒരു കൃതി. ഇതൊരു ഐതിഹ്യമോ മിത്തോ എന്തും ആയിക്കൊള്ളട്ടെ, ആ കൃതി പക്ഷെ നമുക്ക് ഇപ്പോഴും കിട്ടാണ്ട്. സംസ്കൃതത്തിൽ അത് വായിക്കാം, അതിൻ്റെ ഇംഗ്ലീഷും മലയാളം എല്ലാം വിവർത്തനങ്ങളുണ്ട്, നമുക്ക് വായിക്കാം. അതിഗംഭീരമായ ഒരു കൃതിയായിട്ട് എല്ലാവരും പറയുന്നു. കാലത്തെ അതിജീവിച്ചൊരു പുസ്തകമാണ്. ഞാൻ പറഞ്ഞത് ശിക്ഷയിൽ നിന്ന് എങ്ങനെയാണ് ഒരു രക്ഷ ഉണ്ടായി വന്നത് എന്നുള്ള സംഗതിയാണ്. ഇപ്പോൾ ഭാഷയിൽ ശിക്ഷ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ദണ്ഡന പ്രവൃത്തിയാണ്, മാരകമായ ദണ്ഡനമാണ് എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ചെയ്തെടുക്കുന്ന, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ആന്തരാർത്ഥം കൂടി അടങ്ങിയിട്ടുണ്ട് എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇവിടെ പവർ ഓഫ് എ പെൻ എന്ന് പറയുന്ന ഒന്നാം ഘട്ടത്തിന് ശേഷം മഷിവെട്ടം എന്ന് പറയുന്ന രണ്ടാം ഘട്ടത്തിൽ നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുവാനും വേണ്ടിയിട്ടാണ് പ്രിയങ്കരായ രാജലക്ഷ്മിയും സംഘാംഗങ്ങളും എത്തിയിട്ടുള്ളത്. ഞാൻ അവരിന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് പ്രാതലിൻ്റെ സമയത്ത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ടായി. ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകൾ കൂട്ടം കൂടി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ചന്തം, അതിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് വേറെയാണ്. സ്വതന്ത്രരായിട്ടുള്ള വലിയ കാനറി പക്ഷികളെ പോലെ അവരെ ദൂരെ നോക്കുമ്പോൾ തോന്നി.
അബലകളായിട്ടും ചപലകളായിട്ടും മറ്റും നമ്മുടെ സാഹിത്യം പറഞ്ഞ് അവർക്ക് തന്നെ സ്വയം അബലകളാണെന്നും ചപലകളാണെന്നും തോന്നിത്തുടങ്ങിയ ഒരു കാലത്തിൽ നിന്ന് ഇതാ കാലിഫോർണിയയിൽ നിന്ന് വന്നിരിക്കുന്നു 5-6 സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്ക് സഹായഹസ്തവുമായിട്ട്. അവർ മലയാളത്തിൻ്റെ എളിയ എഴുത്തുകാരനെ ഫോണിലും മറ്റും തേടി പിടിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 2 വാക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഞാനാണ് ശരിക്കും ക്ലേശിച്ചു പോയത്. കാരണം അവരുടെ പുണ്യത്തിന് മുമ്പിൽ പകരം നിൽക്കുവാനുള്ള ഒന്നും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ചെയ്തിട്ടില്ല. 1-2 നോവൽ എഴുതുകയും 28-29 ചെറുകഥകൾ എഴുതുകയും കുറച്ച് ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്നൊന്നും ഈ പുണ്യത്തിന് പകരമാകുന്ന ഒന്നല്ല. എവിടെയാണോ ഇരുട്ടുള്ളത് അവിടെ വെളിച്ചം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം എഴുത്തിന് ഉണ്ട് എങ്കിലും അതെത്രമാത്രം ഫലപ്രദമാകുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. തമസോമാ ജ്യോതിർഗമയ എന്നുള്ള പഴയ പ്രാർത്ഥന ആണ് എല്ലാ എഴുത്തുകാരുടെയും ആപ്തവാക്യം എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്നെ ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്നുള്ളത്. എന്നാൽ ഇരുട്ട് എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന കുറേ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ഇരുട്ട് എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനോ ഭൂമിയോ അതിൻ്റെ കറക്കമോ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒന്നല്ല. എക്കാലത്തേക്കുമായിട്ടുള്ള അജ്ഞാനത്തിൻ്റെ, അറിവില്ലായ്മയുടെ ഇരുട്ടാണ് യഥാർത്ഥ ഇരുട്ട്. അതിനെ നമുക്ക് ഭേദിക്കുവാൻ അറിവിൻ്റെ വലിയ വെളിച്ചങ്ങൾ, ആന്തര വെളിച്ചങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അത് വെളിച്ചത്തെക്കാൾ കൂടുതൽ മനുഷ്യ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒന്ന് ശബ്ദമാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ കരുതും കണ്ണ് ചേച്ചിയും കാത് അനീതിയുമാണ് എന്നൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണാണെന്ന് നമുക്ക് തോന്നും. കാത് അതിൻ്റെ ഒരു സെക്കൻഡറി, അക്കച്ചിക്ക് അരി, തങ്കച്ചിക്ക് തവിട് എന്ന് പറയുന്നത് പോലെ കാതിനൊരു സെക്കൻഡറിയാണ് നമ്മൾ. പക്ഷേ കാതാണ് കണ്ണിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള മനുഷ്യാവയവമെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായി തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഗർഭപാത്രത്തിൽ ഒരു ശിശു ഉരുവം കൊള്ളുമ്പോൾ ആദ്യം അമ്മയുമായിട്ടുള്ള സ്പർശനം ത്വക്ക് ഇന്ദ്രിയം കൊണ്ട് ആദ്യമായിട്ട് അറിയുന്നത് ത്വക്ക് കൊണ്ടാണെങ്കിലും പിന്നീട് ആ കുഞ്ഞിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും ശക്തമാകുന്നത് കാതാണ്. അമ്മയുടെ ആന്തരാവയവങ്ങളുടെ ഹൃദയസ്പന്ദനത്തിൻ്റെ എല്ലാം ചെറു ശബ്ദങ്ങൾ അവൻ അല്ലെങ്കിൽ അവൾ ആ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ മനസ്സിലാക്കുന്നു, അതിനോട് പ്രതികരിക്കുന്നു. അഭിമന്യുവിൻ്റെ കഥ മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചത് വെറുതെയല്ല. അക്ഷൗഹിണികൾ കൊണ്ട് ചൂഴപ്പെട്ട് ഒരു അതിവിദഗ്ധനായ പോരാളിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവൻ എങ്ങനെയാണ് ഒരു പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കടന്നത് എന്നുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുഭദ്രയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് പുറത്തു പറയുന്ന വില്ലാളി വീരന്മാരുടെ ചർച്ചകളിൽ നിന്ന് കർണനും അല്ലെങ്കിൽ അർജുനനും ശ്രീകൃഷ്ണനും മുതലായ അതിഗംഭീരന്മാരായിട്ടുള്ള വില്ലാളി വീരന്മാരുടെ ചർച്ചകൾക്ക് ഗർഭത്തിൽ തന്നെ കാതോർത്തുകൊണ്ട് അത് ആ വിദ്യ സ്വായത്തമാക്കുകയും പുറത്ത് കടക്കുവാനുള്ള വിദ്യകൾ കേൾക്കുന്നതിന് മുമ്പ് ഈ കുട്ടി ഉറങ്ങിപ്പോയതുകൊണ്ട് അവനത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ ആന്തരാർത്ഥം അതൊക്കെ സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ആ സാഹിത്യകാരൻ ആ കൃതിയിലൂടെ പകരാൻ ഉദ്ദേശിച്ച വെളിച്ചം, വെട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിനേക്കാൾ അതിശക്തമായ ഇന്ദ്രിയം നിങ്ങളുടെ കാതാണ് എന്നുള്ള കാര്യമാണ്. ഒരു പത്മവ്യൂഹത്തെ ഭേദിച്ച് അകത്ത് കടക്കുവാൻ മാത്രം ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ പഠിക്കുവാൻ സാധിക്കുന്നു കാത് എന്ന് പറയുന്ന ഇന്ദ്രിയം എന്നുള്ളതാണ്. മഹാഭാരതത്തിൻ്റെ കഥ തന്നെ കണ്ണുണ്ടായിട്ടും കണ്ണില്ലാതെ പോയ ആളുകളെ പറ്റിയുള്ളതാണ്. അതിൻ്റെ പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നിനെ, ധൃതരാഷ്ട്രരെ, കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളായി അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ മഹർഷി മുൻപേ മനസ്സിലാക്കിയ ഈ തത്വമാണ്. ബാഹ്യനേത്രങ്ങൾക്ക് കാഴ്ചയില്ലെങ്കിലും ആന്തരനേത്രങ്ങൾക്ക് കാഴ്ചയുണ്ടായാൽ മതിയായിരുന്നു എന്നുള്ള ഒരു സാധ്യതയെ അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു രാജാവിൻ്റെ കുലം മുടിഞ്ഞു പോകുന്ന കഥയാണ്, കുരുവംശം മുടിഞ്ഞു പോകുന്നതിൻ്റെ കഥ കൂടിയാണ് മഹാഭാരതം എന്ന് നമുക്കറിയാം.
കണ്ണില്ലാതെയാകുമ്പോൾ ആന്തരികമായ നേത്രങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായി തീർന്ന ഗാന്ധാരിയും കണ്ണു മൂടി കിട്ടി. ബാഹ്യമായി ഇരുട്ടിനെ സ്വയം ഭരിച്ചത് കൊണ്ടുണ്ടായ ദുര്യോഗം എന്നുള്ള നിലയ്ക്കാണ് മഹാഭാരതം അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഉൾക്കണ്ണ് എന്ന് പറയുന്ന ഒന്നിൻ്റെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൻ്റെ എത്ര പ്രതിലോമമായിട്ടുള്ള അവസ്ഥയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന ഒരു വലിയ സാധ്യത ആ കൃതിയുടെ ആഴത്തിലുള്ള പഠനം നമുക്ക് മുന്നോട്ട് വയ്ക്കും. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകം ബേർണി ക്രൂസ് എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ്റെ വൈൽഡ് സൗണ്ട് സ്കേപ്സ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി ആഴ്ചത്തിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ പുസ്തകമാണ്. അത് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് യാദൃച്ഛികമായിട്ട് എൻ്റെ കയ്യിൽ വന്നുപെട്ട പുസ്തകമാണ്. ഞാൻ തപ്പി പിടിച്ചതല്ല. ഒരു സുഹൃത്ത് യാദൃച്ഛികമെന്നാണ് അയച്ചു തന്ന ഒരു പുസ്തകമാണ്. അതിൽ ശബ്ദത്തിൻ്റെ സാധ്യതകൾ, ദൃശ്യത്തിൻ്റെ സാധ്യതകൾ എത്ര മടങ്ങ് വലുതാണ് എന്ന് അതിൽ പറയുന്നുണ്ട്. സൗണ്ട്സ്കേപ്പ് എക്കോളജി എന്ന് പറയുന്ന പരിസ്ഥിതി ശാസ്ത്രത്തിലെ ഒരു പുതിയ സരണി, ഒരു ശാഖ വെട്ടിത്തുറക്കുവാൻ കാരണമായ ഒരു സന്ദർഭത്തെപ്പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും എന്നുള്ള വിശ്വാസം ഞാൻ പറയുകയാണ്. അപ്പോൾ വനനശീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ആ വനം നശിപ്പിക്കപ്പെട്ട കാഴ്ചയാണ്. കുറ്റിയായിട്ടുള്ള മരങ്ങൾ, വറ്റിയ നീർച്ചോലകൾ, എണ്ണത്തിൽ നിന്ന് പിന്നോട്ട് പോയ പക്ഷിമൃഗാദികൾ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാഴ്ചയിൽ നിന്നാണ് നമ്മൾ കാട് നശിച്ചതായിട്ട് കാണുന്നത്. നീളാനദി വരണ്ടു എന്ന് MT പറയുന്നത് അത് വരണ്ട ദൃശ്യത്തിൽ നിന്നാണ്. എന്നാൽ സിയാറ നെവേദ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു വലിയ വനപ്രദേശത്ത് ഈ ബെർണാഡ് ക്രോസ് നടത്തിയ ഒരു പരീക്ഷണത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പുസ്തകത്തിൽ നിന്നിട്ട പുതിയ വെളിച്ചമാണ്, അക്ഷരാർത്ഥത്തിൽ വെളിച്ചമാണ്, ആന്തരിക വെളിച്ചമാണ്. അവിടെ കാട് വെട്ടിത്തെളിക്കുന്ന തടിക്കമ്പനിക്കാർക്കെതിരെ തദ്ദേശവാസികൾ നടത്തിയ വലിയ സമരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഈ തടിക്കമ്പനിക്കാർ കണ്ടെത്തിയ ഒരു പുതിയ മാർഗമാണ് സെലക്ഷൻ ഫെല്ലിംഗ് എന്ന് പറയുന്ന രീതി. സെലക്ഷൻ ഫെല്ലിംഗ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുത്ത് വെട്ടൽ ആണ്. 100 മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു മരം മാത്രം വെട്ടുക. അപ്പോൾ കാഴ്ചയിൽ കാട് പോവുകയില്ല. അടുത്ത 100 മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു മരമേ ഞങ്ങൾ വെട്ടുന്നുള്ളൂ. അപ്പോൾ തദ്ദേശവാസികൾ സമ്മതമാണ്. ഈ ബെർണാഡ് ക്രോസ് എന്ന് പറയുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ തൻ്റെ പ്രത്യേക ഉപകരണം, ടേപ്പ് റെക്കോർഡർ തന്നെയാണ്, പക്ഷേ അതിസൂക്ഷ്മമായിട്ടുള്ള ശബ്ദങ്ങളെ പോലും പിടിച്ചെടുക്കുന്ന ഒരു റെക്കോർഡറുമായിട്ട് അതിനു മുമ്പ് ആ കാടുകളിൽ നിറയെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ശബ്ദധാരാവലി എന്നൊക്കെ നമ്മുടെ നിഘണ്ടുവിനെ പറ്റി പറയുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ ശബ്ദങ്ങളുടെ, വ്യത്യസ്തമായ ശബ്ദങ്ങളുടെ ഒരു നക്ഷത്ര സഞ്ചയം, നക്ഷത്ര കൂട്ടം ശബ്ദമായിട്ട് കേട്ട് അത്ഭുതപ്പെടാവുന്ന ഒന്നാണ്. കാടിൻ്റെ, നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഒരു കൊടുക്കാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, എല്ലാ വെളിച്ചങ്ങളും ഇല്ലാത്ത ഒരു കാട്ടിൽ എങ്ങനെയാണ് കാട് തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്. നിരവധിയായിട്ടുള്ള ചീവീടുകൾ ചിറകുകൾ കൊണ്ടാണ് ശബ്ദമുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ചീവീടുകൾ തൊണ്ട കൊണ്ടല്ല, ചീവീടുകളുടെ ശബ്ദം ചീവീടുകളുടെ ചിറകിൻ്റെ നിതാന്തമായ വൈബ്രേഷനിൽ നിന്നുണ്ടാകുന്ന ശബ്ദമാണ്. അതിൻ്റെ ആധാരശ്രുതിക്ക് മുകളിൽ, ഒരു കച്ചേരിയിൽ എങ്ങനെയാണോ തമ്പുരു ആധാരശ്രുതിയായി പിടിക്കുന്നത്, അതുപോലെ ചീവീടുകളുടെ ആധാരശ്രുതിക്ക് മുകളിൽ എത്രയെത്ര ഗംഭീരന്മാരായ വന്യജീവികളുടെ സംഗീത സതിര് ആണ് ഓരോ കാട്ടിലും അരങ്ങേറുന്നത്. അത് മുഴുവൻ ഈ ബെർണി ക്രോസ് പകർത്തിയിട്ടുണ്ട്. ഈ സെലക്ഷൻ ഫെല്ലിങ്ങിലൂടെ സിയാറ നെവേദയിലെ ഒരു വലിയ വനപ്രദേശത്ത് ധാരാളം ലക്ഷക്കണക്കിന് തടികൾ ഈ തടിക്കമ്പനി കടത്തിയിട്ടും അവർ കാണിക്കുന്ന ഫോട്ടോഗ്രാഫുകളിലോ വീഡിയോയിലോ ഒരു കുഴപ്പമില്ല കാട്ടിൽ. ഇത് നോക്കുമ്പോൾ നിങ്ങളുടെ കാട് അതുപോലെ തന്നെയുണ്ട്. വീഡിയോയിലും ഫോട്ടോഗ്രാഫുകളിലും ഒരു കുഴപ്പമില്ല. കാടിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ദൃശ്യം കുഴപ്പമൊന്നുമില്ല. കാണാൻ കൊള്ളാവുന്ന ആൾ എന്ന് നമ്മൾ പറയുന്ന പോലെ അഴകുള്ള ചക്കയ്ക്ക് ചുളയില്ല എന്നൊക്കെ പറയുമ്പോൾ കാഴ്ചയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ബേർണി ക്രോസ് ഈ വെട്ടലിന് ശേഷം, ഈ തെരഞ്ഞെടുത്ത് വെട്ടലിന് ശേഷം അതേ കാടിൻ്റെ ശബ്ദം വീണ്ടും റെക്കോർഡ് ചെയ്തപ്പോൾ അതിൽ ആ കാടിൻ്റെ പഴയ ശബ്ദത്തെക്കാൾ 30% ശബ്ദത്തിന് കുറവ് വന്നിരിക്കുന്നത്.
അതായത് 100 മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു മരം പോകുമ്പോൾ ആ പ്രദേശത്ത് അതിൻ്റെ ശബ്ദ രാശിക്ക് 30% കുറവ് വന്നിരിക്കുന്നു. ആ മരത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കിളികൾ, ആ മരത്തിൻ്റെ വളർച്ച കണ്ട് ദിശ നിർണ്ണയിച്ച് അതിലൂടെ പറന്നു വീഴുന്ന മറ്റനേകം പറവക്കൂട്ടങ്ങൾ, ആ മരത്തിൻ്റെ മാത്രം താഴെ അന്തി ഉറങ്ങിയിരുന്ന മറ്റ് ജീവജാലങ്ങൾ, വന്യമൃഗങ്ങളെല്ലാം അപ്രതീക്ഷിതമായി ഇല്ലാതായിപ്പോയ, അപ്രത്യക്ഷമായി പോയ ഈ മരത്തിൻ്റെ അസാന്നിധ്യത്തിൽ നടുങ്ങി അവിടെ നിന്ന് സ്ഥലം വിട്ടതാണ് കാരണം. അപ്പോൾ ഇത് തെളിയിച്ചത് കാണുന്നതിനപ്പുറം അറിവ് കൊടുക്കാനായിട്ട്, ഇൻഫർമേഷൻ, ഡാറ്റ നൽകുവാനായിട്ട് ശബ്ദങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു വലിയ തിരിച്ചറിവാണ്. അതുകൊണ്ട് സൗണ്ട്സ്കേപ്പ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ശാസ്ത്രത്തിലെ ഏറ്റവും പുതിയ ശാഖയാണ്. ശബ്ദങ്ങൾ കൊണ്ട്, കാഴ്ചയേക്കാൾ കൂടുതൽ ശബ്ദങ്ങൾ കൊണ്ട് പ്രകൃതിയുടെ സത്യത്തെ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ചുറ്റും കാഴ്ച ഇല്ലാതായവരെ പറ്റിയുള്ള നിരവധി കഥകൾ ഞാൻ എഴുതി. 2 കഥകൾ, ചെറുകഥകളുണ്ട്, നോവലുകളിലും അങ്ങനെയുള്ള കഥാപാത്രം വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എറണാകുളം മഹാരാജാസ് കോളേജിലെ ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. ജോർജ് കുട്ടി എന്ന് പറയുന്ന എൻ്റെ ജൂനിയറായിട്ട് BA-ക്ക്, ഞാൻ MA-ക്ക് പഠിച്ചപ്പോൾ BA-ക്ക് പഠിച്ച ജോർജ് കുട്ടി, അവൻ കാഴ്ചാപരിമിതനാണ്. തീരെ വെളിച്ചമില്ലാത്ത, കണ്ണിന് ബാഹ്യനേത്രങ്ങൾക്ക് തീരെ വെളിച്ചമില്ലാത്ത ഒരാളാണ്. പക്ഷേ അവൻ്റെ ആന്തരനേത്രങ്ങൾക്ക് എന്നേക്കാൾ എത്രയോ തെളിച്ചമുണ്ടെന്ന് അറിഞ്ഞൊരു സന്ദർഭമാണ് നിങ്ങളുടെ അറിവിലേക്കും സവിശേഷമായിട്ടുള്ള ശ്രദ്ധയിലേക്കും വയ്ക്കുന്നത്. ഞങ്ങൾ മഹാരാജാസ് ഹോസ്റ്റലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ MA-ക്കാരുടെ ഹോസ്റ്റൽ മുറികളാണ്. 2ാമത്തെ നിലയിലാണ് ഡിഗ്രിക്കാരുടെ ഹോസ്റ്റൽ മുറികൾ. അപ്പോൾ ജോർജ് കുട്ടി നന്നായിട്ട് വയലിൻ വായിക്കും. ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും നല്ല വയലിനിസ്റ്റ് അവനാണ്. പലപ്പോഴും സമ്മാനങ്ങൾ കിട്ടും. ശബ്ദം മാത്രം ആശ്രയിക്കുന്നതുകൊണ്ട് അവനതിൽ വൈദഗ്ധ്യം പുലർത്താൻ സാധിക്കും. ഒരു രാത്രിയിൽ ഞങ്ങൾ കൂട്ടുകാർ, MA-ക്കാരുടെ മുതിർന്ന കുട്ടികളുടെ വലിയ ആഘോഷ ഒരു രാത്രിയിൽ ഞാൻ അതിലൂടെ 2ാം നിലയിലൂടെ 3ാം നിലയ്ക്ക് കടക്കുമ്പോൾ ജോർജ് കുട്ടിയുടെ മുറിയിൽ അവൻ ഇരുന്നിട്ട് വേസ്റ്റ് ലാൻഡ് വായിക്കുന്നുണ്ട്. ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്നൊക്കെ അവൻ വായിക്കണം. അപ്പോൾ നോക്കുമ്പോൾ ബ്രെയിലിൽ കൈകൾ തൊട്ട് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കവിത ജോർജ് കുട്ടി ഈണത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. ഞാനത് ചെന്നു ജോർജ് കുട്ടി എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ശബ്ദം മറ്റു പലരേക്കാൾ നമുക്ക് ശബ്ദം ഇവർക്ക് നിങ്ങൾക്കറിയാം, തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ കണ്ട മുഖങ്ങൾ, ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ എഴുതാമോ എന്നൊക്കെ നിങ്ങളുടെ നാട്ടുകാരനെ കാവാറുനാരായണ പണിക്ക് പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും കേട്ട സ്വരങ്ങളെ മറക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കണ്ട മുഖങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും, പക്ഷെ കേട്ട സ്വരങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. കാരണം ശബ്ദത്തിന് അത്രയും പ്രയോറിറ്റി നമ്മുടെ തലച്ചോറ് നൽകുന്നുണ്ട്. ഇപ്പോൾ ജോർജ് കുട്ടിയുടെ സൗഖ്യം അന്വേഷിച്ചിട്ട് ഞാൻ മുകളിലേക്ക് പോവുകയും ഞങ്ങളുടെ ആഘോഷത്തിനിടയിൽ പെട്ടെന്ന് കറണ്ട് പോവുകയും മെഴുതിരി കുറ്റികളൊക്കെ വെച്ച് എല്ലാവരും മുറിയിൽ വിളക്ക് കത്തിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഈ ജോർജ് താഴെ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഒരു മെഴുതിരി കത്തിച്ചിട്ട് താഴത്തെ മുറിയിലേക്ക് വരികയാണ്. അന്ന് അവധിക്കാരാണ്, എല്ലാവരും ഹോസ്റ്റൽ വിട്ട് പോയിരിക്കുന്നു. ജോർജ് മാത്രം അവിടെ തങ്ങിയാണ്. അവനങ്ങനെ യാത്ര എളുപ്പമല്ലാത്തത്. ഞാൻ നടയിറങ്ങി വരുമ്പോൾ കേൾക്കുന്ന അത്ഭുതം, താൻ എവിടെയാണോ വായിച്ചു നിർത്തിയത് അത് ജോർജ് കുട്ടി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോർജ് കരണ്ട് പോയി, നിനക്ക് വേണ്ട വെളിച്ചമാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയപ്പോൾ സുഭാഷ് ചേട്ടാ, നിങ്ങൾക്കല്ലേ കരണ്ട് പോയി, എനിക്ക് കരണ്ട് പോയില്ല, എൻ്റെ ആന്തരനേത്രങ്ങളിൽ എപ്പോഴും വെളിച്ചമാണ്. വേസ്റ്റ് ലാൻഡിൻ്റെ മഹത്തായ ഒരു കവിതയുടെ വെളിച്ചത്തിലൂടെ ഞാൻ തുടരുകയാണ്. ഇനി കരണ്ട് പോയതറിയാതെ അവൻ ആ മഹത്തായ കവിത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നിലുണ്ടാക്കിയ അത്ഭുതം വെറും ഒരു അത്ഭുതം മാത്രമായതൊരു വലിയ തിരിച്ചറിവ് കൂടിയേ. എത്രമാത്രം ഇപ്പോൾ ആലോചിക്കുന്ന സമയങ്ങളിൽ മനുഷ്യർ കണ്ണടച്ചു പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എൻ്റെ കാഴ്ചാപരിമിതരായിട്ടുള്ള എൻ്റെ മക്കൾക്ക് അത് സങ്കല്പിക്കാം. കൂടുതൽ ഷാർപ്പായിട്ട്, കൂടുതൽ മൂർച്ചയോടെ ആലോചിക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമാന്മാർ പോലും കണ്ണടച്ച് പിടിക്കുന്നത് കാണാം. സ്റ്റേജിലൊക്കെ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ M.N. വിജയൻ മാഷ് പ്രസംഗിച്ച് മുഴുവൻ കണ്ണടച്ച് പിടിച്ചിട്ടാണ്. നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തിലേക്ക് നോക്കുകയാണ്, നമ്മുടെ ഉള്ളിലെ അറിവിലേക്കും നമ്മുടെ ഉള്ളിലെ വലിയ ഭൂപ്രദേശങ്ങളിലേക്കും നോക്കുകയാണ് അപ്പോൾ ഒരാൾ ചെയ്യുക. ഇതൊരു പ്രാഥമികമായിട്ടുള്ള പാഠമാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാധാരണ മനുഷ്യർക്ക് അന്യഥ കിട്ടാത്ത ഒരു അനുഗ്രഹത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സും അത് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു തരാനാണ് ഇത് മുഴുവൻ പറഞ്ഞത്. കാരണം മറ്റുള്ളവർ കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ധ്യാനത്തിൽ നിന്ന് വലിയ
മനുഷ്യർ ചെയ്തിരുന്ന കണ്ണടച്ചുള്ള മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രകൃതി അതിനുള്ള അനുകൂലനം തന്നിരിക്കുകയാണ്. ഇപ്പോൾ കേവ് ഫിഷസിനെ പറ്റിയുള്ള പഠനം വായിച്ചാൽ അറിയാം. കടൽ തീരങ്ങൾക്ക് ചേർന്നുള്ള കരിങ്കൽ കെട്ടുകൾക്കിടയിൽ നേരത്തെ ജലം കയറിയത് പിന്നെ ജലം പുറത്തേക്ക് പോകാനാവാത്തതുമായിട്ടുള്ള ഇടങ്ങളിൽ വളരുന്ന മത്സ്യങ്ങൾ ആണ് കേവ് ഫിഷസ്. കേവ് ഫിഷസ് എന്ന് വെച്ചാൽ ഗുഹാ മത്സ്യങ്ങൾ എന്നാണ് പേര്, മലയാളത്തിൽ പറഞ്ഞു. സയൻസ് പറയുന്നു ഈ എക്കാലത്തേക്കുമായുള്ള നിതാന്തമായിട്ടുള്ള അന്ധകാരമാണ് ഈ ഗുഹയുടെ അകത്ത്. അതിനപ്പോൾ വെളിച്ചം കൊണ്ട് നാവിഗേറ്റ് ചെയ്യാനുള്ള, ദിശാസഞ്ചാരം ചെയ്യാനുള്ള ആവശ്യമില്ല. കാരണം ഗുഹയ്ക്കകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എപ്പോഴും ഇരുട്ടാണ്. അത്ഭുതകരമായ കാര്യം, വർഷങ്ങളെടുത്തുള്ള പരിണാമത്തിൻ്റെ ഫലമായി എക്കാലത്തേക്കുമായി ഈ ഗുഹയുടെ ഇരുട്ടിലെ ജലത്തിൽ പെട്ടുപോയ മത്സ്യങ്ങൾക്ക് കണ്ണുകളുടെ ഭാഗം സ്ഥലം വന്ന് അടഞ്ഞു പോവുകയും, അവിടെ നിങ്ങൾക്കറിയാം മത്സ്യങ്ങൾ കണ്ണുകൾ തുറന്നാണ് എപ്പോഴും ഉള്ളത്. നമ്മൾ കരക്കി പിടിച്ചിട്ടുള്ള മത്സ്യങ്ങൾ പോലും കണ്ണടയ്ക്കാനുള്ള കഴിയും. പക്ഷേ അവിടെ സ്ഥലം ഒരു തൊലി വന്ന് കണ്ണുകൾ മൂടിപ്പോവുകയും അവയുടെ മൂക്കിന് അതിന് മുമ്പുണ്ടായിരുന്ന കഴിവിനേക്കാൾ 10-12 ഇരട്ടി ശക്തി വരികയും ചെയ്തു. അവർ നാവിഗേറ്റ് ചെയ്യുന്ന മൂക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇത് പ്രകൃതിയിലെ വലിയൊരു അത്ഭുതമാണ്. കാരണം എവിടെയാണോ കുറച്ചൊരു ക്ഷീണം സംഭവിച്ചത് അതിനെ മറികടക്കുവാൻ വേണ്ടി, ചെവിക്ക് അത്ര പ്രാധാന്യമില്ലാത്തൊരു ജീവിയാണ് മത്സ്യം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഘ്രാണശക്തിക്ക്, അതിൻ്റെ മൂക്കിൻ്റെ ശക്തിക്ക്, ശ്വസിക്കുവാനല്ല, ചെകിളുകളിലൂടെയാണ് മത്സ്യം ശ്വസിക്കുന്നത് നിങ്ങൾക്കറിയാം, ഗന്ധം പിടിച്ചെടുക്കുവാനുള്ള കഴിവ് 10-12 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളുണ്ട്. ഇത് കാണിക്കുന്ന അത്രയും ചെറിയ ജീവികളിൽ, മനുഷ്യൻ എന്ന് പറയുന്ന പരിണാമ ശ്രേണിയിൽ എത്രയും ഇനിയേറ്റത്തുള്ള വലിയ ജന്തുവായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും ഒരു മിന്നാമിന്നി അതിൻ്റെ ചന്തിയിൽ വെളിച്ചം കത്തിച്ചെടുക്കുവാനുള്ള കഴിവ് പോലും മനുഷ്യനില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ധ്യാനം കൊണ്ട് ഇണ ചെയ്യുവാനും ഇരപിടിക്കുവാനും തനിക്ക് വെളിച്ചം കൂടിയേ കഴിയൂ എന്ന ഒരു പാവം കീടത്തിൻ്റെ ആഗ്രഹം യുഗങ്ങളിലൂടെ അതിനെ പരിവർത്തിപ്പിച്ച് സ്വന്തം പൃഷ്ഠത്തിൽ വെളിച്ചമുണ്ടാക്കുവാൻ എഡിസൺ വൈദ്യുതബൾബ് കണ്ടുപിടിക്കുന്നതിനും എത്രയോ മുമ്പ് ആ ചെറിയ ജീവി തനിക്ക് രാത്രികാലങ്ങളിൽ ഇര തേടുവാനും ഇണ തേടുവാനും വേണ്ടി സ്വന്തം ശരീരത്തിൽ വെളിച്ചമുണ്ടാക്കി എന്നുള്ളതൊരു അത്ഭുതമാണ്. ഈ അത്ഭുതം ആ ചെറിയ കീടത്തിന് അത് സാധിക്കുമെങ്കിൽ മനുഷ്യനുള്ള സാധ്യത എത്രയോ വലുതാണ് എന്ന് ആലോചിച്ചാൽ മാത്രം മതി. മനുഷ്യൻ മിന്നാമിന്നിയേക്കാൾ വലിയ ജന്തുവാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആന്തരികമായ ശക്തികൾ കൊണ്ട് നമ്മുടെ കെട്ടുപോയി എന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളിലൊക്കെ വെളിച്ചത്തിൻ്റെ വലിയ ശ്രേണികൾ സൃഷ്ടിക്കുവാനുള്ള നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ശക്തി, ആന്തരികമായിട്ടുള്ള ശക്തി എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു. ആ ശക്തിയെ നിങ്ങൾ യഥാവിധി പ്രയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ സ്കോളർഷിപ്പിന് 23-24 മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്, ആ സമ്മാനം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് ഞാൻ അറിയുന്നു. അതിനുള്ള വലിയൊരു സന്തോഷം, നിങ്ങളുടെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനുള്ള വലിയൊരു സന്തോഷം, ധന്യത ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇതിന് ശേഷം ഒരു സെഷൻ കൂടി ഞാനുമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സംസാരം. ഇവിടെ വന്നു ചേർന്നിട്ടുള്ളവർക്ക് ഞാനുമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സംവദിക്കുവാനുണ്ടെങ്കിൽ അതിൻ്റെ മറുപടിയായിട്ട് കൂടുതൽ സംഭാഷണത്തിലേക്ക് ഏർപ്പെടാം എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഈ വന്ന എൻ്റെ സഹോദരിമാർക്ക് വലിയൊരു നമസ്കാരം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. അവരുടെ ഈ വെളിച്ചം ലോകത്തിൻ്റെ വെളിച്ചമായി തീരട്ടെ. ഇപ്പോൾ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ബുദ്ധൻ്റെ പുസ്തകം, ബുദ്ധനെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയത് ഏതെങ്കിലും വെളിച്ചം കണ്ടുപിടിച്ച ആളെ പറ്റിയല്ല. ഏഷ്യയുടെ വെളിച്ചം എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ആന്തരികമായ വെളിച്ചമാണ്. ആന്തരികമായ വെളിച്ചം എന്ന് പറയുന്നത് ബുദ്ധനെ, സിദ്ധാർത്ഥനെ ബുദ്ധനാക്കിയ വെളിച്ചമാണ്. ഇപ്പോൾ എൻലൈറ്റ്മെൻ്റ് ഉണ്ടായി എന്ന് പറയുന്ന സന്ദർഭത്തെപ്പറ്റി നിങ്ങൾ ഭാവിയിൽ വായിച്ചറിയും. ബുദ്ധന് ബോധോദയം ഉണ്ടായി എന്ന് തിരിച്ചറിയുന്ന സന്ദർഭം, ബുദ്ധൻ ആദ്യമായിട്ട് ഈ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ബുദ്ധന് ആരോ ഒരു ആപ്പിൾ നൽകിയപ്പോഴാണ് എന്നാണ് പറയുന്നത്. ആ ആപ്പിള് കണ്ണടച്ചുകൊണ്ട് ആദ്യത്തെ കടി കടിച്ച ബുദ്ധൻ ആ ആപ്പിൾ
തന്ന ആളുടെ കുടുംബത്തെ മാത്രമല്ല മറ്റ് ആപ്പിളുകളെയും കണ്ടു. ആ ആപ്പിളുകളെ ആ കടയിലേക്ക് എത്തിച്ച അതിൻ്റെ കൃഷിക്കാരനെ ബുദ്ധൻ ആ നിമിഷം കണ്ടു. ആ ആപ്പിളുകളെ വളമൊഴിച്ചും വളമിട്ടും വെള്ളമൊഴിച്ചും വളർത്തിയ ഒരുപാട് കാലത്തെ അതിൻ്റെ പ്രയത്നത്തെ ആ നിമിഷം ബുദ്ധൻ കണ്ടു. ആ ആപ്പിളിൻ്റെ വിത്ത് സമ്മാനിച്ച അതിൻ്റെ പൂർവികനായ ആപ്പിളിനെ ബുദ്ധൻ കണ്ടു എന്നാണ് പറയുന്നത്. ബുദ്ധൻ്റെ ബോധോദയത്തിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് അതായിരുന്നു. ഞാൻ എൻലൈറ്റൻഡ് ആയിരിക്കുന്നു, എനിക്ക് ജ്ഞാനപ്രകാശം, അക്ഷരാർത്ഥത്തിൽ ജ്ഞാനപ്രകാശം കിട്ടിയിരിക്കുന്നുവെന്ന് ബുദ്ധൻ തിരിച്ചൊരു സന്ദർഭം അതാണ്. താനൊരു ആപ്പിൾ കടിക്കുമ്പോൾ ആ ആപ്പിൾ എങ്ങനെയാണ് തൻ്റെ കയ്യിൽ ആ ആപ്പിളായി വന്നിരുന്നത് എന്ന്, അതിൻ്റെ ദീർഘമായിട്ടുള്ള യാത്രയെപ്പറ്റി, അതിൻ്റെ തുടക്കം മുതൽ തൻ്റെ ദഹനരസത്തിലേക്ക് അലിയാൻ പോകുന്ന അതിൻ്റെ അവസാന നിമിഷം വരെയുള്ള ദീർഘപഥം ബുദ്ധൻ്റെ മനസ്സിൽ തെളിഞ്ഞപ്പോഴാണ്, അകക്കണ്ണിൽ തെളിഞ്ഞപ്പോഴാണ് ബുദ്ധൻ ബോധോദയമുള്ള ബുദ്ധനായി മാറിയത്, സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയത് എന്ന് ബുദ്ധനെ പറ്റിയുള്ള ചരിത്രം പറയുന്നു. ഇതൊരു വലിയ തിരിച്ചറിയേണ്ട നിമിഷമാണ്. ഇത് കണ്ണുകളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടാത്ത കാര്യം. ഞങ്ങൾ ഒരുപാട് ആപ്പിൾ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ബിയറും ഇതര ദ്രവങ്ങളുമായിട്ട് വേറെയും കുറേ കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു, ഏത് ഫലവർഗ്ഗങ്ങൾ അതിൻ്റെ പിന്നിൽ ഭാവി കാലത്തേക്കുള്ള വീര്യമായി സംഭരിക്കപ്പെട്ടു, ഏതെല്ലാം കർഷകർ എവിടെ നിന്നെല്ലാം അത് നമുക്കായി ശേഖരിച്ചു, ഇങ്ങനെ ആക്കി എന്നൊന്നും നമുക്കറിയില്ല. അതിന് ഒരു ആന്തരിക നേത്രം ആവശ്യമുണ്ട്. ആ ആന്തരിക നേത്രത്തിൻ്റെ മറ്റൊരു പേര് സ്നേഹം എന്നുകൂടിയാണ്. ആ ആന്തരിക നേത്രത്തിൻ്റെ മറ്റൊരു പേര് പുണ്യം എന്നുകൂടിയാണ്. കാനായിലെ കല്യാണത്തിന് വിളിക്കപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വീഞ്ഞ് തീർന്ന കൽഭരണികളിൽ നോക്കി ആതിഥേയരുടെ അമ്മ സങ്കടപ്പെട്ടപ്പോൾ മറിയം തൻ്റെ കൂടെ വന്ന മകനോട്, ചെറുപ്പക്കാരനായ ഒരു പയ്യനോട് പറയുന്നുണ്ട്, മോനെ, ആ അമ്മ വിഷമിക്കുന്നു, വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുന്നു. അപ്പോൾ ജീസസ് എന്നു പേരായ ചെറുപ്പക്കാരൻ അകത്തേക്ക് ചെല്ലുകയും വെള്ളമുണ്ടോ ഇവിടെ എന്ന് ചോദിക്കുകയും പച്ചവെള്ളം, ആ പച്ചവെള്ളം കൊണ്ട് ഓരോരുത്തരും കൊടുക്കുകയും ഇതാണ് നിങ്ങൾക്ക് ഇന്നുള്ള വീഞ്ഞ് എന്ന് പറയുകയും ചെയ്യും. ചരിത്രം ബൈബിളിൽ അത് അദ്ദേഹം മാജിക് കാണിച്ചപ്പോൾ വീഞ്ഞാക്കി മാറ്റി എന്നൊക്കെ പറയും. പക്ഷേ സ്നേഹം കൊണ്ട് ഈ ദരിദ്രമായ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇപ്പോൾ ഈ വീഞ്ഞിനെ, ഈ വെള്ളത്തെ വീഞ്ഞായി കരുതി കുടിക്കുക എന്ന് സ്നേഹത്തോടെ നീട്ടിയപ്പോൾ അവരനുഭവിച്ച പുണ്യത്തിൻ്റെ, അവരനുഭവിച്ച ആന്തരികമായ സ്വസ്തിയുടെ പേരാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. അതായത് പച്ചവെള്ളത്തെ ആന്തരികമായി വീഞ്ഞായി സ്വീകരിക്കുവാനുള്ള സന്മനസ്സിൻ്റെ, പുണ്യത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അല്ലാണ്ട് സായിബാബയ്ക്ക് ഒരു മാജിക് കാണിച്ച നിമിഷമല്ലാതെ അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൽപ്പനയിലെ പച്ചവെള്ളത്തെ പറയാൻ വീഞ്ഞാക്കി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കവികൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഥയാക്കി മാറ്റി പറയുന്നത് നമുക്ക് ഈ ദൈവിക പ്രക്രിയകളുടെ ഒരു ടിപ്പണിയോടുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ്. കാരണം ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്ക് വെള്ളം ഞാൻ സമ്മതിക്കില്ലല്ലോ എന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കുക. എനിക്ക് ആരെങ്കിലും അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കില്ലോ എന്നാണ് സാധാരണ മനുഷ്യൻ വിചാരിക്കുക. അതുകൊണ്ട് മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർ അതിനെ ദൈവികമായ കവിതയിലേക്ക് മാറ്റി പറയുകയാണ്. ഇതൊരു പുതിയ കാഴ്ചയാണ് എന്ന്, സ്നേഹത്തിൻ്റെ കാഴ്ചയാണ് എന്ന്, പാപത്തിൻ്റെ എതിരെയുള്ള പുണ്യത്തിൻ്റെ കാഴ്ചയാണ് എന്ന്, ഇതാണ് യഥാർത്ഥമായ കാഴ്ച എന്ന്, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പച്ചവെള്ളത്തെ നിർധനരായ കുടുംബത്തിൻ്റെ ആഘോഷിക്കുവാനുള്ള അവസരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക്, സങ്കടത്തിലേക്ക് മാറ്റരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹൃദയാലുവായ ഒരു ചെറുപ്പക്കാരൻ ഇത് കുടിക്കും, ഇതാണ് ഇന്നത്തെ വീഞ്ഞ് എന്ന് പറയുന്ന സന്ദർഭമാണ് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ സ്വീകരിക്കുവാൻ ആ നിമിഷത്തിൽ വീഞ്ഞ് തീർന്നു പോയതിൽ കുണ്ഠിതരായിട്ടുള്ള മനുഷ്യർ പോലും സന്നദ്ധരായി എന്നുള്ള സന്ദർഭമാണ് ബൈബിളിലെ ഏറ്റവും വലിയ സന്ദർഭം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ബൈറൻ എന്ന് പറഞ്ഞ കവി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കണ്ട ഒരു കാഴ്ച കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സന്ദർഭം, ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ കാനായിലെ അത്ഭുതത്തെപ്പറ്റി കുട്ടികൾക്ക് കഥ പറഞ്ഞതിന് ശേഷം ടീച്ചർ 4ൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇതിന് നിങ്ങൾ ഭംഗിയുള്ളൊരു ചെറിയ കവിതയായിട്ട് എല്ലാവരും എഴുതാം, ലിഷർ ടൈമാണ്. എല്ലാ കുഞ്ഞുങ്ങളും പേപ്പറും പേനെടുത്ത് തയ്യാറായി. ഒരുപാട് കുഞ്ഞുങ്ങൾ അത് കവിതയായിട്ട് എഴുതി. കർത്താവ് വന്നു, അത്ഭുതം കാണിച്ചു, വീഞ്ഞാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി. ബൈറൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞ്, മടിയനായിട്ടുള്ള
പ്രഭുകുമാരനായിട്ടുള്ള ഒരു കുട്ടിയാണ്, സമ്പന്നനാണ്. അവൻ മാത്രം 4 വരികൾ എഴുതി, വൈൽ സീയിങ് ഹെർ ലോർഡ്സ് ഫേസ്, ഹെർ ഫേസ് ബ്ലഷ്ഡ് എന്നെഴുതി. തൻ്റെ നാഥൻ്റെ മുഖം കണ്ട നിമിഷത്തിൽ ജലത്തിൻ്റെ മുഖം ചുവന്ന് തുടുത്തു എന്നാണ് എൻ്റെ മലയാളം. പച്ചവെള്ളം വീഞ്ഞാക്കിയ സന്ദർഭത്തെപ്പറ്റി പിന്നീട് ലോർഡ് ബൈറൺ എന്ന പേരിൽ ഗംഭീരനാകാനിരിക്കുന്ന ഒരു കവി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സിൽ എഴുതിയ കവിതയാണ് നിങ്ങൾ കേട്ടത്. വൈൽ സീയിങ് ഹെർ മാസ്റ്റേഴ്സ് ഫേസ് ഷീ ബ്ലഷ്ഡ് എന്നാണ്. തൻ്റെ നാഥൻ്റെ മുഖം കണ്ടപ്പോൾ പച്ചവെള്ളത്തിൻ്റെയും തീയിൻ്റെയും സർവ്വചരാചരങ്ങളുടെയും സർവ്വഭൂതങ്ങളുടെയും നാഥനാണ് ക്രിസ്തു എന്ന് ആ കുട്ടിക്ക് അറിയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട മാത്രയിൽ ലജ്ജിതയായ പച്ചവെള്ളം ചുമന്ന് തുടുത്തതാണ് അത്ര വീഞ്ഞായി മാറിയത്. അതാണ് അതിൻ്റെ മാജിക് എന്ന് പറയുന്നത്. 8 വയസ്സായ കുഞ്ഞിന് കാണാൻ സാധിച്ച ആ കാഴ്ചയുടെ പേരാണ് പുണ്യം, അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. നിങ്ങൾ 8 വയസ്സിൽ നിന്ന് മുതിർന്നിരിക്കുന്നു എനിക്കറിയാം. നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ എത്രയോ വലിയ രീതിയിൽ പ്രകാശിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിൻ്റെ തെളിവാണ് നിങ്ങൾ ഇന്നിവിടെ ഏറ്റുവാങ്ങുന്ന സമ്മാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സഹോദരിമാർ അങ്ങ് ദൂരെ നിന്ന് പോലും ഈ വെളിച്ചം അവരുടെ ആന്തരനേത്രങ്ങൾ കൊണ്ട് കണ്ടെത്തിയിരിക്കുന്നു. അതിനെ സമ്മാനിക്കുവാൻ വേണ്ടി, അതിനൊരു സമ്മാനം നൽകുവാൻ വേണ്ടി, പുരസ്കരിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഈ നിമിഷത്തിൽ പങ്കാളിയായി തീർന്നതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷവും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതൊരു എൻ്റെ ജീവിതത്തിലെ പുണ്യം നിറഞ്ഞ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നന്ദി.